അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5 മണി മുതൽ വൈകുന്നേരം വരെ ഉള്ള കുറച്ച് നമ്മളെ വീട്ടിലുള്ള ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ രാവിലെ ഇന്നൊരു പകൽ നമുക്ക് എങ്ങനെയാണോ അപ്പോൾ അതൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എന്തായാലും മൊത്തത്തിൽ കാണുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർ എന്തായാലും ഇതിൻ്റെ നേരത്തെ ചെറിയൊരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കയറി കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന ആ ചെറിയൊരു അടുക്കളയിൽ സ്ലാബിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു തുണി കൊണ്ട് മൂടി വെച്ചിട്ടുള്ളത് നമ്മളെ മീനുമാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തത്ത ഉണ്ടെന്ന്. അപ്പോൾ തത്ത ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ അവൾ കിടക്കുമ്പോഴത്തേക്ക് അവൾക്ക് തുണിയിട്ട് കൂടിൻ്റെ മണ്ടയിൽ മൂടി വെച്ച് കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര അലപ്പാണ് കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി മൂടി കൊടുക്കുന്നത് വരെ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തുണിയിട്ട് മൂടി വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അടുപ്പിൽ എന്തായാലും തീ കത്തിക്കണമെന്നും. പിന്നെ പാല് കാച്ചി നടത്തിയ സമയത്താണ് നമ്മൾ ഈ ഒരു അടുപ്പിൽ തീ കത്തിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വിറകടുപ്പിൽ പുറത്ത് വേവിക്കുന്നതെന്നും അതുപോലെ വീട്ടിനകത്ത് വേവിക്കാത്തത് മനഃപൂർവ്വം ചെയ്യാത്തതാണെന്നൊക്കെ. മനഃപൂർവ്വം ചെയ്യാത്തതല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്കൊക്കെ ഞാൻ ഇതിനകത്ത് ചോറ് വെച്ച് നോക്കിയിട്ടുണ്ട്. ചോറ് വെച്ചിട്ട് ഇതുപോലെ ചരിച്ച് വാർക്കുന്ന സമയത്ത് അടുപ്പ് കാണുമ്പോഴത്തേക്ക് അറിയാമല്ലോ വേവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വേവിച്ച് നോക്കിയില്ലെന്ന് പറയുന്നില്ല. ചോറ് ഒത്തിരി പേര് പറയുന്നത് കേട്ടും കൊണ്ട് ഞാൻ ഈ അടുപ്പിൽ തന്നെ ചോറ് വയ്ക്കും. അതുപോലെ തന്നെ കറിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് കറി വെച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലതുപോലെ ചൂട് നിൽക്കുന്നുണ്ട്. ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കത്തിച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി പാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല കണക്ക് വൈകുന്നേരം ആയാലും പിന്നെ ഈ ഒരു അടുപ്പിലെ ചൂട് മാറുന്നില്ല, നല്ല ചൂടുണ്ട്. പക്ഷേ ചോറ് വെച്ചിട്ട് ഇതുപോലെ ചരിക്കുമല്ലോ നമ്മൾ ആ ഒരു ചെറിയൊരു തിട്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ ചോറ് ഇങ്ങോട്ട് മുന്നോട്ട് ചരിച്ച സമയത്ത് ഇതുപോലെ ചോറ് മൊത്തത്തിൽ മറിഞ്ഞ് ചരുവ പാത്രത്തിനകത്ത് വന്ന് വീണ് കേട്ടോ. വലിയ കഞ്ഞുള്ള നമ്മൾ എടുക്കുമല്ലോ കഞ്ഞിയുടെ വെള്ളം എടുക്കുന്ന പാത്രത്തിൽ ഇതുപോലെ മൊത്തത്തിൽ വന്ന് കമന്ന് വീണതിനെ കൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് ദേഹത്തെങ്ങാനും ചൂട് വെള്ളം വീഴും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മുറ്റത്ത് തന്നെ വയ്ക്കും. മുറ്റത്താകുമ്പോൾ ഉണക്ക വിറകോ ചിരട്ടയോ തൊണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ള അടുപ്പുകളിൽ നമ്മൾ വേവിച്ച് ആ ഒരു വശം കിട്ടിയിട്ട് നമ്മൾ ഇതിൽ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിനി ഇത് യഥമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ല. നമ്മളെ കൈക്ക് ഒതുങ്ങുന്ന കണക്ക് വശം വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഇതിൽ വേവിച്ചെടുക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഭിത്തിയിലൊന്നും പുകയോ കരിയോ അങ്ങനെ ഒന്നും പറ്റത്തില്ലെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് തൊട്ട് എന്തായാലും ഈ ചെറിയ ഒരു അടുപ്പിൽ വേവിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചായ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളെ ഗ്യാസ് തീർന്നു പോയി. മക്കൾക്ക് 2 പേർക്കും രാവിലെ പഠിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് രാവിലെ ചായ ഇട്ടിട്ട് പിന്നെ കത്തിച്ച് വരുമ്പോഴത്തേക്ക് ചൂട് നിൽക്കുമല്ലോ വൈകുന്നേരം വരെ. അപ്പോൾ അതുകൊണ്ട് ചെറിയ പാത്രം ചോറ് എന്തായാലും പുറത്ത് തന്നെ വേവിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കറികളും അതുപോലെ തന്നെ എന്തായാലും വിറകടുപ്പ് കിട്ടിയതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എന്തായാലും വിറക് വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ ചെറിയ ഒരു അടുപ്പിൽ നമ്മൾ വേവിക്കുന്നതിൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും വരും കേട്ടോ. അപ്പോൾ എന്തായാലും തുടർച്ചയായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കയറി കാണുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് അപ്പത്തിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് കാണുന്നവരായിരിക്കും. അപ്പം ഞാൻ നേരത്തെ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കയറി കാണുക കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അതല്ല ഇനിയൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അപ്പം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ചെറിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാല ചെറിയൊരു ഓർമ്മയെന്ന് പറയാം. അപ്പോൾ ചെറിയൊരു കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോയും കൂടെ ഉണ്ട്. ഇനി കാപ്പിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ചമ്മന്തിപ്പൊടിയും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ തിരുകണം, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് ജോലിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒട്ട് സമയമില്ല. മക്കൾക്ക് 2 പേർക്കും പോവാറായി വരുന്നുണ്ട്. മോൾക്ക് രാവിലെ 7 മണിക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളെ മുന്നേ പറഞ്ഞു വിടണം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഉച്ചയ്ക്കത്തേക്കുള്ള നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും അതുപോലെ രാവിലെയുള്ള ഇവർ പോയതിന് ശേഷമുള്ള കുറച്ചിതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഫ്ലാറ്റിലൊക്കെ എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. മക്കൾക്കൊക്കെ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളവരൊക്കെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ലൈറ്റൊക്കെ വീണ് നേരമൊക്കെ നല്ലതുപോലെ വെളുത്ത് തുടങ്ങിയിട്ട് നമ്മളെ ചീരയ്ക്ക് തലേ ദിവസം വെള്ളം ഒഴിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ ഇനി രാവിലെ തന്നെ വെള്ളം ഒഴിക്കണം. ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട്. മക്കൾ 2 പേരും പഠിക്കാൻ പോയതിന് ശേഷം പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി അതുപോലെ തന്നെ മിറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളിൻ്റെ തിണ്ണയിലൊക്കെ നമ്മൾ ഉച്ച സമയത്ത് ഒരു 12 മണിയാകുമ്പോൾ ബെല്ലടിക്കുമ്പോഴത്തേക്ക് കഞ്ഞിയമ്മ വെച്ച് തരുന്ന ആ ഒരു കഞ്ഞിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്കൂളിൻ്റെ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ചെറിയൊരു നാരങ്ങ പൊതിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എൻ്റെ ആ ചെറിയ ഒരു ഓർമ്മയിൽ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു കഞ്ഞി വെച്ചതും അതുപോലെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലുള്ള കഞ്ഞി വെച്ച് ഇവിടെ കുടിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പിന്നെ ഇങ്ങനെയുള്ള കഞ്ഞി കുടിക്കാം. മറ്റേ അല്ലാതെ വിലയേരി ചോറിട്ടിട്ട് അതിൻ്റെ കൂടെ പയറിട്ട് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും അതിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങാച്ചാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഞ്ഞിയിൽ കുറച്ച് വെള്ളം കൂട്ടി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കഞ്ഞി ഇരുന്ന് കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി തിരിച്ച് ഞാൻ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ മക്കൾ വരുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് എടുത്ത് കുടിക്കാനും പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഉച്ച ഭക്ഷണം ഇന്നിപ്പോൾ ഇതായിരുന്നു. അപ്പോൾ ഇനി മിറ്റം തൂക്കുന്നതിൻ്റെ ഇതും കൂടെ ഉണ്ട്. പക്ഷേ മിറ്റം തൂക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളാരും ഇല്ലല്ലോ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും തൂത്തുവാരി വൃത്തിയാക്കി ഇട്ട് വെച്ചതിന് ശേഷം മാത്രം വീഡിയോയിൽ കാണിക്കാം. രാവിലെ ഒരു തവണ തൂത്ത് വൃത്തിയാക്കി ഇട്ടത് തന്നെ, എങ്കിലും വൈകുന്നേരം ഒരു സന്ധ്യയ്ക്ക് മുന്നേ നമ്മൾ ഒന്നും കൂടെ തൂത്ത് വൃത്തിയാക്കി ഇടണമല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലേ ആ സന്ധ്യയ്ക്ക് സമയത്തുള്ള ആ ഒരു ഐശ്വര്യവും അതുപോലെ തന്നെ വീട്ടിൻ്റെ മുൻവശമൊക്കെ കാണാനായിട്ടുള്ള ഒരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലിരുന്നിട്ടാണ് ഞാൻ പാത്രമൊക്കെ തേച്ച് കഴുകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പാത്രങ്ങളെല്ലാം പറക്കി ഞാൻ രാവിലെ തന്നെ കഴുകിയതിന് ശേഷം ഉണങ്ങിയപ്പോൾ തന്നെ പറക്കി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള കുറച്ച് സമയം, ഏതാണ്ട് ഒരു 4 മണി വരെ ഉള്ള ഒരു വീഡിയോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അമ്മിക്കല്ല് മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്ന അമ്മിക്കല്ല്. അപ്പോൾ എന്തായാലും അടുത്ത കുക്കിങ്ങിൻ്റെ വീഡിയോ ഇതിൽ അരച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് കാണുന്നവരെല്ലാവരും വീഡിയോ കാണാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ.